السلام عليكم ورحمة الله وبركاته. بسم الله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله. أما بعد، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. വേദിയിലിരിക്കുന്ന ഉസ്താദുമാർ, പ്രിയ നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമുക്കറിയാം, ഇന്നത്തെ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അന്ധകാരത്തിൻ്റെയും അനാചാരത്തിൻ്റെയും കുത്തകയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ സത്യസന്ധതയ്ക്ക് വളരെയധികം വില നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയല്ലേ നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത്. അതാണല്ലോ ഇന്നത്തെ കാലത്ത് ഏത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എന്ത് കിട്ടിയാലും അതിൻ്റെ സത്യമോ അസത്യമോ ഒന്നും വേർതിരിച്ചു നോക്കാതെ എന്ത് കിട്ടിയാലും ഏതിലൂടെയെങ്കിലും പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മൾ അതിനിങ്ങനെ ഭാഗവാക്കാവുകയാണ്. അതുകൊണ്ടാണല്ലോ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞത്, കഫാ ബിൽ മർഇ കദിബാ അയ്യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. നിനക്ക് കിട്ടുന്ന എല്ലാ വിവരങ്ങളും, നിനക്ക് കിട്ടുന്ന എല്ലാ വാർത്തകളും നീ അങ്ങ് അതിൻ്റെ സത്യമോ അസത്യമോ നോക്കാതെ ഷെയർ ചെയ്യാൻ പാടില്ല കേട്ടോ. അങ്ങനെ നീ ഷെയർ ചെയ്താൽ, അതിനെ നീ പ്രചരിപ്പിച്ചാൽ അതിൽ തെറ്റോ സത്യമോ അസത്യമോ ഉണ്ടെന്നോ നീ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നീ കളവ് പറഞ്ഞു എന്ന് പറയാൻ അത് മതിയെന്ന് ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇന്നത്തെ ഈ നവകാല യുഗം എങ്ങനെയുള്ളതാണ്? കളവെന്ന തിന്മയ്ക്ക് വേണ്ടി ഒരു ദിവസം തന്നെ സൃഷ്ടിച്ചു വെക്കുമ്പോൾ, ഏപ്രിൽ 1 എന്ന കളവെന്ന ദിവസം സൃഷ്ടിച്ചു വെക്കുമ്പോൾ അതിനായവർ മാറ്റിവെക്കുകയാണ്. അന്നത്തെ ദിവസം മുഴുവനും കളവിനായി മാറ്റിവെക്കുകയാണ്. കളവ് പ്രചരിപ്പിക്കാനും കളവിനെ പറയാനും കളവ് എങ്ങനെയൊക്കെ സാധ്യമാക്കാൻ കഴിയുമോ, മറ്റുള്ളവരെ എങ്ങനെയൊക്കെ നാണം കെടുത്താൻ കഴിയുമോ, അതൊക്കെ ചെയ്തുകൊണ്ട് ഇന്നത്തെ സമൂഹം അതിനുള്ളൊരു ദിവസം തന്നെ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എനിക്ക് പറയാനുള്ളത്, ഇതൊന്നും ഇസ്ലാമിക കാര്യമല്ല, ഇതൊന്നും ഇസ്ലാമികത്തിന്റെ ഭാഗമല്ല. ഇതൊരിക്കലും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലോ ഒന്നിലോ നമ്മോട് ഇങ്ങനെ ഒരു ദിവസത്തെ പറ്റിയോ ഇങ്ങനൊരു ദിവസമുണ്ടെന്നോ ഇങ്ങനൊരു ദിവസത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നോ ഒരു ഗ്രന്ഥത്തിലും പഠിപ്പിക്കുന്നില്ല. മുഅ്മിനീങ്ങളായ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? അതാ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകുനൂ മഅസ്സാദിഖീൻ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ സത്യം മാത്രം പറയുക, അല്ലാഹുവിനോടൊപ്പമായിരിക്കുക, സത്യസന്ധന്മാരോടൊപ്പമാവുക നിങ്ങളുടെ ചെലവഴിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ദിവസത്തെ പറ്റിയോ ഇങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടിനെയോ നിങ്ങൾക്ക് സന്തോഷത്തോടെ ഏറ്റെടുക്കാനോ അതിനെ മുന്നോട്ട് നയിക്കേണ്ട ആവശ്യമോ വരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വൈലുൽ ലിമൻ യുഹദ്ദിസു ഫയക്ദിബു ലിയദ്ഹക ബിഹിൽ ഖൗം. ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവനാണ് നാശമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 തവണ ആണയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളവെന്ന തിന്മ എന്നുള്ളത് എത്രത്തോളം ഭയാനകമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ ഓരോ ദിവസവും അതിലൂടെ സ്വഹാബത്തുമാർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ ഫൂളിന്റെ അന്നും കളവ് പറഞ്ഞുകൂടാ.
ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുക്കലേക്ക് ഒരു സ്വഹാബി വരികയാണ്. അബ്ദുല്ലാഹി ഇബ്നു ജറാദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അത്. അദ്ദേഹം നബി തങ്ങളോട് ചോദിക്കുകയാണ്, ഹൽ യസ്നുൽ മുഅ്മിനു യാ റസൂലല്ലാഹ്, ഒരു മുഅ്മിനായ മനുഷ്യൻ വ്യഭിചാരിയാകുമോ നബിയേ? ഒരു മുഅ്മിനായ മനുഷ്യൻ വ്യഭിചരിക്കാൻ കഴിയുമോ നബിയേ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖദ് യകൂനു ദാക്ക്. അങ്ങനെ ഒരു അപ്രതീക്ഷിത ഘട്ടത്തിലോ ആ സാഹചര്യത്തിന് അടിമപ്പെട്ടോ അവൻ വ്യഭിചാരിയായേക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. വീണ്ടും അബ്ദുല്ലാഹി ഇബ്നു ജറാദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അൽ യുസ്രിഖുൽ മുഅ്മിനു യാ റസൂലല്ലാഹ്, ഒരു മുഅ്മിനായ മനുഷ്യൻ മോഷ്ടിക്കുവോ നബിയേ എന്ന് ചോദിച്ചപ്പോൾ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ ഉത്തരമാണ് നൽകിയത്, ഖദ് യകൂനു ദാക്ക്. ഒരു ദുർബലമായ നിമിഷത്തിൽ അതും അവനിക്ക് സംഭവിച്ചു പോയേക്കാം. അതൊന്നും ഇസ്ലാമികമായി അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എതിർത്തിട്ട കാര്യമല്ല. അതൊക്കെ അതിന്റെ സാഹചര്യത്തിൽ വന്നു പോകുന്ന പിഴവാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇത് കേട്ടിട്ട് വ്യഭിചാരത്തിൻ്റെയോ കളവ് പറയുന്നതിൻ്റെയോ മോഷ്ടിക്കുന്നതിൻ്റെയോ ഒരിക്കലും ഗൗരവം കുറഞ്ഞു പോകുന്നില്ല. അതൊക്കെ ഇസ്ലാമികപരമായി വളരെ വ്യക്തമാക്കിയിട്ടുള്ള നിലപാടുകളാണ്. വീണ്ടും മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, അൽയക്ദിബുൽ മുഅ്മിനു യാ റസൂലല്ലാഹ്, ഒരു മുഅ്മിനായ മനുഷ്യൻ കളവ് പറയോ നബിയേ? ആദ്യം ചോദിച്ചു വ്യഭിചരിക്കുമോ എന്ന്, പിന്നെ ചോദിച്ചു കളവ് ചെയ്യുമോ എന്ന്. ഇത് രണ്ടിനും ചിലപ്പോൾ സംഭവിച്ചേക്കാം എന്ന ഉത്തരം പറഞ്ഞതോടെ, കളവ് നടത്തുവോ എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതോടെ, കള്ളം പറയോ എന്ന ചോദ്യം ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ ഇല്ല സ്വഹാബാ, ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരിക്കലും കളവ് പറയില്ല സ്വഹാബാ. അല്ലാഹുവിൻ്റെ റസൂൽ അങ്ങനെയായിരുന്നല്ലോ. അവിടുത്തെ ജീവിതമാണ് നമ്മുടെ മാതൃക എന്നുള്ളത്. കാരണം അവിടുത്തെ ജീവിതത്തിൽ തമാശക്ക് പോലും കളവ് പറഞ്ഞിട്ടില്ല, കളവ് പറയാൻ പ്രേരിപ്പിച്ചിട്ടുമില്ല. വീണ്ടും റസൂലുള്ളാഹി തുടരുകയാണ്, എൻ്റെ മിഅ്റാജിൻ്റെ രാത്രിയിൽ എന്നെ യാത്രയാക്കിയപ്പോൾ അവിടുന്ന് ഞാനും ജിബ്രീൽ അലൈഹിസ്സലാം ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആ കാഴ്ചയിൽ പെട്ട ഒന്നാണ് രണ്ട് ഖബറാളികൾ ശിക്ഷിക്കപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. ആ കാഴ്ചയിൽ എന്താണ്? രണ്ട് ഖബറാളിയുടെ അടുക്കലും രണ്ട് മലക്കുകളുണ്ട്. രണ്ട് മലക്കുകളുടെ കയ്യിലും രണ്ട് കത്തികളുണ്ട്. ആ കത്തി കൊണ്ട് വലത് ഭാഗത്തുള്ള മലക്ക് വലത് ഭാഗത്തെ കവിളിങ്ങനെ മുറിക്കുകയാണ്. മുറിച്ചത് തീരുമ്പോൾ ഇടത് ഭാഗത്തുള്ള മലക്കും അങ്ങ് മുറിക്കുകയാണ്. അങ്ങനെ മുറിക്കുമ്പോൾ വലത് ഭാഗത്ത് വീണ്ടും പൂർണ്ണതയിലേക്ക് വരികയാണ്. ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരുന്നത് കാണുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്, അല്ലയോ ജിബ്രീൽ, ഇതെന്തിനുള്ള ശിക്ഷയാണ് ഇവർക്ക് കിട്ടുന്നത്? അപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ദുനിയാവിൽ ആരൊക്കെ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ അവർ ഖബറിൽ നിന്ന് ശിക്ഷ അനുഭവിക്കുമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ അതിനുള്ള ശിക്ഷയാണ് അവർ ദുനിയാവിൽ അല്ലാഹു സൃഷ്ടിച്ചു കൊടുത്ത നാവ് കൊണ്ട് അവർ കളവ് പറഞ്ഞു എന്നുള്ള ഒരു കാരണത്താലാണ് അവരിപ്പോഴും ശിക്ഷിക്കപ്പെടുന്നത്. ഇതിനുള്ളത് ചെറിയ സാമ്പിൾ മാത്രമാണ്. ഇതിനുള്ള വലിയ ശിക്ഷ അങ്ങ് പരലോകത്ത് ആഖിറ നാളിൽ അവനിക്ക് കിട്ടുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളോട് പറയുമ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ എത്രത്തോളം കളവ് പറയുന്നവരാണ്. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളും നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.